ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് കഴിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇന്ന് വീട്ടുമുറ്റത്ത് തന്നെ കാണുന്ന പ്ലാവെന്നൊരു ചക്ക ഇട്ടിട്ട് അതുകൊണ്ട് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ചക്കയിൽ നിന്ന് ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരും ചവണയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ ചുളയും ഇതുപോലെ തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയെടുക്കണം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലൊന്നും കിട്ടില്ല. അപ്പോൾ ഉള്ള വെയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ്. നന്നായി നല്ല ചൂടുള്ള വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് ദിവസം അത് കേട് വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാകത്തിന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചായിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചായിട്ട് പാകത്തിന് ഇട്ട് കൊടുത്ത് കോരിയെടുക്കുകയാണ്. ഇത് കോരാനാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരുന്ന ഉപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും കൂടെ വെള്ളം ഓരോ കയ്യിൽ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഉപ്പൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ തിളന്ന് അമർന്ന ശേഷം നമ്മൾ ചിപ്സ് കോരിയെടുക്കാം. ഇങ്ങനെ കുറച്ചായിട്ട് നമ്മൾ മുഴുവനായിട്ട് പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ശരിക്കും പോലെ ഉണക്കാനായിട്ടൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം വെക്കാനോ കുറച്ച് ദിവസം വെക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഒരു എയർ കിടക്കാത്തൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചായിട്ട് ആവശ്യത്തിനുള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് പൊരിച്ചു കൊടുക്കാം. ഇങ്ങനെ പീസായിട്ട് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് കുറച്ചായിട്ട് പൊരിച്ചു കൊടുക്കാം. നല്ല വെയിൽ കിട്ടുന്ന സമയത്ത് വേനൽക്കാലം സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് തന്നെ നന്നായി ഉണക്കിയെടുത്താൽ നല്ല കുറേ സമയം നമുക്ക് കേട് വരാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. മഴക്കാലത്താകുമ്പോൾ നമുക്ക് അത്രയും വെയിൽ കിട്ടാത്തതുകൊണ്ട് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മഴക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുന്നതാവും ഒന്നും കൂടി നല്ലത്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ അതിങ്ങനെ കുഴഞ്ഞ് പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രഷായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 1-2 ദിവസം കിട്ടും. നല്ലപോലെ കുഴയാതെ അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചക്ക ഫ്രൈ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് വീണ്ടും കാണാം.